ഭൂമിയിൽ ജീവനും ജീവിതവും ആദാനപ്രദാനങ്ങളുടെ തുടർച്ചയാകുന്നു. ആരിൽ നിന്നൊക്കെ സ്വീകരിച്ചും ആരിലേക്കൊക്കെ ഒഴുകിയുമാണ് മനുഷ്യ സമൂഹം ഇതുവരെ പടർന്നു പോന്നത്. രോഗാതുരരായ മനുഷ്യർക്ക് ചികിത്സയുടെയും ശമനത്തിൻ്റെയും സാധ്യതകളെക്കുറിച്ച് സമഗ്ര വിവരങ്ങൾ നൽകുന്ന ഒരു സേവന കേന്ദ്രമായി 1997 തൃശൂർ ജില്ലയിൽ ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെൻറ്റർ ആരംഭിക്കുമ്പോൾ അതിനെ നയിച്ചത് ഈ ആശയമായിരുന്നു. ചിറകുകൾ ഒടിച്ചു കളഞ്ഞ വിധിയെ വെല്ലുവിളിച്ച് മാനവസേവനത്തിൻ്റെ ചക്രവാളത്തിലേക്ക് പറന്നുയർന്നു വാഴ്വിനെ പുനർനിർമ്മിച്ച ശ്രീമതി ഉമാപ്രേമൻ്റെ ഇച്ഛാധീരതയുടെയും അപൂർവ സമർപ്പണത്തിൻ്റെയും നിദർശനം കൂടിയാകുന്നു ഇത്. ചികിത്സ തേടി എവിടെ പോകണം എന്നുള്ളതിനും വേണ്ട സഹായത്തിനും നിർദ്ദേശങ്ങൾക്കുമൊക്കെ വേണ്ടിയാണ് ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെൻറ്റർ ഗുരുവായൂരിലുള്ളത്. ഹൃദയ ശസ്ത്രക്രിയയുടെയും വൃക്ക മാറ്റിവെക്കലിൻ്റെയും മേഖലയിൽ ഇന്ത്യക്കകത്തും പുറത്തും ലഭ്യമായ സൗകര്യങ്ങളെക്കുറിച്ചുള്ള വിവരവിനിമയത്തിൻ്റെയും ചികിത്സാ സംഘാടനത്തിൻ്റെയും പ്രവർത്തനങ്ങൾ ശാന്തിയിൽ വിപുലമാവുകയായിരുന്നു. 1999 യദൃച്ഛയ സലിൽ എന്ന അശരണനായ രോഗിക്കായി ഉമാപ്രേമൻ സ്വന്തം വൃക്കകളിലൊന്ന് ദാനം ചെയ്തു. അസമാനമായ ഈ ആത്മത്യാഗം കേരളീയ സമൂഹത്തിൽ അവയവദാനത്തെക്കുറിച്ച് പുതിയ അവബോധത്തിൻ്റെയും നിരുപാധികമായ സന്നദ്ധതയുടെയും വിത്തുകൾ പാകി. ഇന്നും 15 വർഷമായിട്ടും സലീൽ എന്ന യുവാവ് ശാന്തിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ഒരു വർക്ക്ഷോപ്പ് നടത്തുകയും 20ഓളം ജീവനക്കാർക്ക് നിത്യ ജീവിത മാർഗം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർദ്ദേശിക്കപ്പെട്ട് ഇതിനായി ശാന്തിയെ തേടിയെത്തിയ രോഗികളുടെ എണ്ണം അമ്പരപ്പിക്കുന്നതായിരുന്നു. ഈ സാഹചര്യത്തിൽ വൃക്കദാനത്തിനായുള്ള സന്നദ്ധത പ്രാഥമികമായും രക്തബന്ധത്തിൽപ്പെട്ടവരിൽ നിന്നും കുടുംബവൃത്തങ്ങളിൽ നിന്നും ഉണ്ടാവേണ്ടതിൻ്റെ അനിവാര്യത ബോധ്യപ്പെടുത്തുന്ന വിപുലമായ പ്രചരണ പരിപാടിക്ക് ശാന്തി രൂപം നൽകി. ഇതിനായി ദൃശ്യമാധ്യമങ്ങൾ ശാന്തിക്ക് നൽകി വരുന്ന പിന്തുണ വളരെ വിലപ്പെട്ടതാണ്. 2002 ശാന്തി ആദ്യമായി ഡയാലിസിസ് മേഖലയിലേക്ക് എത്തുന്നതും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ തന്നെ 10ഓളം ഡയാലിസിസ് യൂണിറ്റുകൾ വിവിധ ജില്ലകളിലായി ഉണ്ടാക്കുകയും ഏകദേശം 1.5 ലക്ഷത്തോളം ഡയാലിസിസ് ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2002 ശാന്തി ഇന്ത്യയിൽ തന്നെ ആദ്യ സംരംഭമായി സൗജന്യവും നിരക്കിളവുമുള്ള ഡയാലിസിസ് സേവനം ആരംഭിക്കുന്നത്. തൃശൂർ മെട്രോപൊളിറ്റൻ ആശുപത്രിയിലാണ് ഈ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. തുടർന്ന് കുന്നംകുളം റോയൽ ഹോസ്പിറ്റൽ, ചാലക്കുടി ധന്യ ഹോസ്പിറ്റൽ, പുത്തൻപള്ളി KMM ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലും പാലക്കാട് ജില്ലയിൽ യാക്കര PMRC തങ്കം ഹോസ്പിറ്റലിലും ഈ സൗകര്യം ഏർപ്പെടുത്തി. വയനാട് ജില്ലയിലെ വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് സൗകര്യം ഇല്ലാത്തതിനാൽ കോഴിക്കോടോ മൈസൂരോ ആണ് പോയിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ശാന്തി ആശുപത്രി സൗകര്യം പോലുമില്ലാതെ 9 മെഷീനുകളുമായി ഇളവ് നിരക്കിൽ ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിച്ച് 500ഓളം ഡയാലിസിസ് ഓരോ മാസവും നൽകി വരുന്നു. ഈ രോഗികളെ ആശുപത്രിയിലേക്ക് മാറ്റാനായി ഒരു ICU ആംബുലൻസും ഇവിടെയുണ്ട്. കോതമംഗലം മാർ ബസേലിയസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ, കൂത്താട്ടുകുളം രാജീവ് ഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലും ശാന്തിയുടെ ഡയാലിസിസ് സേവനം ലഭ്യമാക്കി. ഇപ്പോൾ ലക്ഷദ്വീപിൽ കവരത്തി ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ സർക്കാർ സഹായത്തോടെ ശാന്തി സൗജന്യ ഡയാലിസിസ് സേവനം ലഭ്യമാക്കിയിരിക്കുന്നു. ശാന്തിയുടെ സൗജന്യ സേവനം തമിഴ്നാട്ടിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു. തിരുനെൽവേലി മെഡിക്കൽ കോളേജിലും തെങ്കാശി സർക്കാർ ആശുപത്രിയിൽ ശാന്തിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയിൽ ആദ്യമായി 2 മൊബൈൽ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നു. പ്രശസ്ത ചലച്ചിത്ര നടനും തമിഴ്നാട് നിയമസഭാംഗവും ശാന്തിയുടെ ഗുഡ്വിൽ അംബാസഡറുമായ ശരത് കുമാറും പത്നി രാധികയുമാണ് ഇതിനാവശ്യമായ സാമ്പത്തിക സ്രോതസ് ഒരുക്കിയിട്ടുള്ളത്. ഡയാലിസിസ് ചെയ്യുന്ന രോഗികളെ മാനസികമായി ഉദ്ബോധിപ്പിച്ച് അവരാൽ കഴിയുന്ന ജോലി ചെയ്യാനായി ബോധവൽക്കരിക്കുകയും അതിനവരെ സജ്ജമാക്കുകയും ചെയ്യുന്നു. അത്തരം രോഗികൾക്ക് ശാന്തി
സൗജന്യ ഡയാലിസിസ് നൽകുന്നു. ലോക വൃക്ക ദിനത്തോടനുബന്ധിച്ച് ഡയാലിസിസ് രോഗികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ശാന്തിയിലെ ജീവനക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിനോദയാത്ര സംഘടിപ്പിക്കാറുണ്ട്. ഈ യാത്രയിൽ കലാസാംസ്കാരിക മേഖലയിലുള്ളവരും ഇവരോടൊപ്പം പങ്കുചേരാറുണ്ട്. ഓണം, ക്രിസ്മസ് എന്നീ വേളകളിലും ഈ ഒത്തുചേരൽ തുടർന്നു പോരുന്നു. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ജീവിക്കാൻ സാധ്യതയുള്ളവരിലേക്ക് മാറ്റിവെച്ചുകൊണ്ടുള്ള അതിജീവന ചികിത്സ ഇന്ന് ആരോഗ്യ പരിപാലന രംഗത്ത് സ്വീകാര്യത നേടിവരുന്നു. സമൂഹത്തിൻ്റെ പൊതുബോധത്തിൽ ധനാത്മകമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേ അവയവദാനമെന്ന മഹത് കർമ്മത്തിലേക്ക് വ്യക്തികളെയും സാമൂഹ്യ വിഭാഗങ്ങളെയും സന്നദ്ധരാക്കാനാകൂ. ശാന്തി ഏറ്റെടുത്ത കർമ്മപരിപാടികളിൽ സുപ്രധാനമായ ഒന്നായിരുന്നു അവയവദാനത്തെക്കുറിച്ചുള്ള പുനർജനി, അവയവ മഹായുദ്ധം എന്നീ തെരുവു നാടകങ്ങളിലൂടെയും ഇതര പ്രചാരണങ്ങളിലൂടെയും കേരളത്തിലുടനീളം നടത്തിയ ബോധവൽക്കരണം. അവയവദാനം മഹാദാനം. അവയവ മാറ്റ നിയമക്കുരുക്കുകൾ പരിഷ്കരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അതിനുവേണ്ടി ഒരു നിയമം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരേണ്ടത് അനിവാര്യം. ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ സർക്കാരിലേക്കുള്ള എല്ലാ അപേക്ഷകളിലും അവയവം നിങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറുണ്ടോ ഇല്ലയോ എന്നൊരു കോളം കൂടി ഉൾപ്പെടുത്തുന്ന നന്നായിരിക്കും. കേരളീയർക്കിടയിൽ വിപത്കരമാം വിധം വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലീ ജന്യരോഗങ്ങളായ പ്രമേഹവും രക്താതിസമ്മർദ്ദവും മൂലമുണ്ടാകുന്ന വൃക്കരോഗത്തിനെതിരെ ശാന്തി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിരോധ പ്രചരണത്തിന് വിപുലമായ സാമൂഹ്യ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിവെൻഷൻ പ്രൊജക്റ്റ്, ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ എന്നീ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ കൊണ്ടുവരുന്ന വൃക്കരോഗത്തെ എറാഡിക്കേറ്റ് ചെയ്യുക. 2013 മുതൽ 2015 വരെയുള്ള പ്രൊജക്റ്റാണ്. കേരളത്തിൽ മുഴുവൻ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. മലപ്പുറം ജില്ലയിലാണ് ആദ്യമായി ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്. അവിടുത്തെ ഓരോ വീടുമെടുത്ത് ആ വീട്ടിലുള്ള ആളുകൾക്ക് ഡയബറ്റിക്കും ഹൈപ്പർ ടെൻഷനും കിഡ്നിയുടെ ഫംഗ്ഷനും കൊളസ്ട്രോളും നോക്കി, ഹൈറ്റ്, വെയ്റ്റ്, ബോഡി മാസ് ഇൻഡെക്സ് നോക്കി ഒരു ഹെൽത്ത് കാർഡ് കൊടുക്കുക. അങ്ങനെ ആദ്യമായി ഒരു ഹെൽത്ത് കാർഡ് സിസ്റ്റം കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സർക്കാരിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നതാണ് ഈ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ 1.5 ദശാബ്ദക്കാലത്തെ നിസ്തന്ത്രവും പൂർണ്ണ സമർപ്പിതവുമായ ശാന്തിയുടെ സേവനം തീർച്ചയായും ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും അംഗീകാരം നേടിയിട്ടുണ്ട്. 2006 സദ്ഗുരു ജ്ഞാനാനന്ദ ദേശീയ പുരസ്കാരവും 2013 ഗോഡ്ഫ്രെ ഫിലിപ്സ് സോഷ്യൽ ബ്രൈവറി അവാർഡും തേടിയെത്തിയപ്പോൾ ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെൻ്ററും ശ്രീമതി ഉമാ പ്രേമനും തങ്ങളുടെ സേവനപാതയിൽ നീണ്ട ചുവടുകൾ വെച്ചു കഴിഞ്ഞിരുന്നു. 2010 CNN IBN റിയൽ ഹീറോസ് പുരസ്കാരം ശാന്തിയെ രാഷ്ട്രാന്തരീയമായി യശസ്കൃതമാക്കി. Good evening and a warm welcome to all of you. Have you on stage? His support for this initiative has been unflinching, honest and absolute. Yash Chopra, could we have you on stage, Mr. Chopra, to give away the next set of Real Hero Awards this evening. Uma Preman. The diagnosis came too late. Uma Preman lost her husband to tuberculosis. In her loss, she found her mission. A free medical information and care center. Mobile dialysis units. A true real hero, Uma did not shy away from donating her own kidney to save a life. Actually found the mission of her life in a personal tragedy. She lost her husband to tuberculosis due to lack of diagnosis and treatment. Uma has set up a free medical information and care center. Thank you very much for this award. ആരോഗ്യ പരിപാലന രംഗത്തു മാത്രമല്ല, സമൂഹത്തിലെ അധസ്ഥിതരും പ്രാന്തവൽകൃതരും നിസ്വരുമായ ജനവിഭാഗങ്ങളുടെ സുസ്ഥിതിയും മാനുഷികാന്തസ്സും വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങളിലും ശാന്തി പങ്കുചേർന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ പാളമലയിലെ ആരോരുമറിയാത്ത ആദിവാസികൾക്കിടയിൽ ശാന്തിയുടെ ഇടപെടലുകൾ മൂലസ്പർശിയായ മാറ്റങ്ങളാണ് വരുത്തിയത്.
പാളമലയിലെ ആദിവാസികൾ ഏകദേശം 36 പേര് പട്ടിണി മരണം ഒക്കെ സംഭവിച്ച് പത്രത്തിൽ വന്നപ്പോൾ ആ ഗ്രാമത്തിൽ ചെല്ലുകയും ഞങ്ങളുടെ ഒരു വെൽവിഷറായ സിദ്ധാർത്ഥൻ കേരളീയൻ്റെ സഹായത്തോടുകൂടി ആ കോളനി ഏറ്റെടുക്കുകയും അവിടെ അവർക്ക് താൽക്കാലികമായിട്ടുള്ള വീട്, വെള്ളം, സോളാർ ലൈറ്റ് അങ്ങനെയുള്ള സൗകര്യം ഉണ്ടാക്കുകയും ആ കുട്ടികൾക്കെല്ലാവർക്കും ജനന സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കി 20ഓളം കുട്ടികളെ ആദ്യമായി വിദ്യാഭ്യാസത്തിനായി സ്കൂളിലേക്ക് വിടുകയും ചെയ്തു. അങ്ങനെ അവരുടെ കല്യാണം, പ്രസവം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ പോലെ തന്നെ നടത്താനുള്ള ഒരു ബോധവൽക്കരണം ഉണ്ടാക്കി. വൃക്കമാറ്റ ശസ്ത്രക്രിയകൾ, ഹൃദയ ശസ്ത്രക്രിയകൾ, പ്രതിദിനം 100 കണക്കിന് ഡയാലിസിസുകൾ, മൊബൈൽ ലബോറട്ടറികൾ, ലോകത്തിലെ ആദ്യത്തെ മെഡിക്കൽ വെബ്സൈറ്റ്, ആരോഗ്യ പരിപാലന രംഗത്തെ വിവരവിനിമയത്തിൻ്റെ വിപുല ശൃംഖല, രോഗപ്രതിരോധത്തിനും അവയവദാനത്തിനുമായുള്ള ജനകീയ പ്രചരണം നമ്മുടെ സാമൂഹിക സേവന ചരിത്രത്തിൽ സാഹസികമായ ഇടം നേടിക്കഴിഞ്ഞിരിക്കുന്നു ശാന്തി. എല്ലാ മൂല്യങ്ങളും ഉണങ്ങിക്കരിയുന്ന ആസുരമായ വർത്തമാനകാലത്ത് അശരണ ലക്ഷങ്ങൾക്ക് തണലേകുന്ന കാരുണ്യത്തിൻ്റെ ഈ വന്മനം നിലനിൽക്കുക അനിവാര്യമാകുന്നു.